ഇന്ന് പുലർച്ചെ സുബഹി ബാങ്കിന് മുമ്പ് എന്നെ ഉണർത്തിയത് അലാറൊന്നും ആയിരുന്നില്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ മരക്കൊമ്പിലിരുന്ന് പാടിയൊരു കുയിലായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ. ഏറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു നിന്നാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു ഹാപ്പിനെസ്സാണ് എനിക്ക് ആ കുയിലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തോന്നിയത്. കുറേ കാലമായിട്ട്, അതായത് കുറച്ച് മാസമായിട്ട് തന്നെ ആ ഒരു കുയിൽ മിസ്സിങ് ആയിരുന്നു. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്, അതെവിടെ പോയി അങ്ങനെ കേട്ടോ. എന്തിനാണല്ലേ ഈ പക്ഷികളും ഈ കുയിലൊക്കെ എത്ര നേരത്തെ എണീറ്റ് പാടുന്നത്? ആത്മീയമായി ചിന്തിച്ചാൽ അതൊരുണർത്ത് പാട്ടല്ലേ. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യ, നീ ഉണരൂ, പ്രപഞ്ചനാഥൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്ന സുന്ദരമായ നിമിഷമാണിത് എന്നൊക്കെ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സുബഹിൻ്റെ സമയത്ത്, ആ ഒരു സമയത്ത് നമ്മൾ കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദം ഉണ്ടല്ലോ, അത് തസ്ബീഹ് ചൊല്ലാണെന്നാണ് കേട്ടോ പറയാറ്. ആ സമയത്ത് അടിച്ചു വീശുന്ന കാറ്റ് അത് സ്വർഗത്തു നിന്ന് അടിച്ചു വീശുന്ന കാറ്റാണെന്നാണ് പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. അവൾ പറഞ്ഞത് ഏറെക്കുറെ സത്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളില്ലേ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ പിന്നെ എന്തായാലും വളരെ ലളിതമായിട്ടുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ. നല്ല കുത്തരിയും മുതിരിയും ഉലുവക്കെട്ടുള്ളൊരു കഞ്ഞിയും ഒരു തേങ്ങാ ചമ്മന്തിയും. ഇത് സിമ്പിൾ മതി എന്ന് കരുതിട്ടോ. മൊത്തത്തിൽ ഒന്നങ്ങോട്ട് ശാന്താവട്ടെ അല്ലേ. ഈ ഭക്ഷണവും ആത്മീയതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ലളിതമായ ജീവിതം എന്നുള്ളതാണ് ആത്മീയതയുടെ കാതൽ. ആഡംബരങ്ങളില്ലാത്ത പ്രകൃതിദത്തമായ പോഷക ഗുണം ഏറെയുള്ള ഈ കുത്തരി കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയൊക്കെ ലഭിക്കുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തേക്കാൾ വലുതാണ്. ഈ തിരക്ക് പിടിച്ച ലോകത്ത് നിങ്ങൾക്കും ഇതുപോലൊക്കെയുള്ളൊരു പുലർച്ചെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചുറ്റുമുള്ള ആ പ്രകൃതി ഒന്ന് ശ്രദ്ധിക്കൂ. കുയിൽ പാടുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു സ്വർഗത്തിൽ നിന്ന് വീഴ്ചുന്ന ഒരു കാറ്റ് മരങ്ങളെ തലോടുന്നുണ്ടാകാം. നിങ്ങളെയും തഴുകിപ്പോവും. ആ നിമിഷങ്ങളെ ആസ്വദിക്കൂ. അപ്പോൾ ഇന്ന് മോർണിംഗിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.